ഹൈക്കോടതിയുടെ നിരോധനാജ്ഞ ലംഘിച്ച് കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ അതിക്രമിച്ചു കയറി ശുശ്രൂഷ നടത്തിയ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി എഫ്ഐആർ റദ്ദാക്കാൻ നൽകിയ അപേക്ഷ കോടതി നിരസിച്ചു. ഇനി പിറവം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകണം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് തിരുക്കള്ളം പറഞ്ഞുകൊണ്ട് അന്ത്യോക്ക മതത്തിലെ തെയോഫിലോസ് മെത്രാൻ വാറോല ഇറക്കിയിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? ഇനിയെങ്കിലും ഈ ഉഡായിപ്പൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? തലയിൽ 13 കുരിശും നെഞ്ചത്തും കയ്യിലും 1 വീതം മൊത്തം 15 കുരിശു വഹിക്കുന്ന അങ്ങേക്ക് ചേർന്ന പണിയല്ലേ ഇത്? മലങ്കര വർഗീസ് കേസ് സാക്ഷികളെ സ്വാധീനിച്ചട്ടിമറിക്കാൻ പണവും കള്ളും യഥേഷ്ടം ഒഴുക്കി. അത് ചെയ്തത് ഒരു കുശാണ്ടന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് എന്നാണ് കൂടെയുള്ളവർ തന്നെ വെളിപ്പെടുത്തുന്നത്. PR വർക്കും നെഞ്ചത്തടിയുമായി പൊതുജനത്തിന്റെ സഹതാപം പിടിച്ചു പറ്റാനുള്ള ശ്രമമാണെങ്കിൽ അത് നടക്കില്ല. കാരണം യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്കറിയാം. കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി 3 നിര മാലയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആക്രാന്തം ചെറുതൊന്നുമല്ല. മലങ്കര ഓർത്തഡോക്സ് സഭ ഭാരതത്തിന്റെ മഹത്തായ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദേശീയ സഭയാണ്. യേശു തമ്പുരാന്റെ അരുമ ശിഷ്യനും താത്വികനും ജ്ഞാനിയും വിശുദ്ധനും ഭാഗ്യവാനുമായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച് ഭരണമേൽപ്പിച്ച സഭയാണ് ഈ ഭാരത സഭ അഥവാ മലങ്കര സഭ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അവിടുത്തെ ശിഷ്യന്മാരെ ബഹുമാനിക്കുന്നവരുമായ എല്ലാ വിഭാഗങ്ങളും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സത്യമാണ്. അതുകൊണ്ടായിരിക്കണം അടുത്ത കാലത്ത് മാർത്തോമാ ശ്ലീഹയോടുള്ള അടുപ്പവും ആദരവും യാക്കോ കുഞ്ഞുങ്ങൾക്കും കൂടി വന്നത്. എങ്കിലും തന്ത്രവും അജ്ഞതയും മൂലം മാർത്തോമാ ശ്ലീഹയ്ക്ക് പട്ടത്വമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ സിംഹഗർജനത്തോടെ എതിർത്ത ഏക സഭ ഈ മലങ്കര ഓർത്തഡോക്സ് സഭ മാത്രമായിരുന്നു. മാർത്തോവൻ പൈതൃകവും മറ്റാരേക്കാളും അവകാശപ്പെടാൻ കഴിയുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് മാത്രമാണ്. ഇന്നിപ്പോൾ മലങ്കരയിൽ മാർത്തോമായുടെ പിൻഗാമികളെ തട്ടി നടക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ഒരു കാലത്ത് മാർത്തോമ ഒരു കപ്പ്യാരി പോലും അല്ല എന്ന് പറഞ്ഞവർ ആ വിശുദ്ധന്റെ പിന്മുറയിലെ അവസാന പൗരോഹിത്യ കണ്ണിയെന്നും പിൻഗാമി എന്നൊക്കെ പറഞ്ഞ് പുതിയ വേഷത്തിലും ഭാവത്തിലും വിരാജിക്കുമ്പോൾ ഊറിച്ചിരിക്കുന്ന സ്ഥിരമാനസർക്ക് ഒപ്പം ചിരിക്കാൻ അല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. നവോത്ഥാനത്തിന്റെ വക്താക്കളായി സത്യവിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ വന്നവരെ പടിയടച്ച് പിണ്ടം വെച്ച ചേപ്പാട് മാർ ദിവന്നാസിയോസ് പിതാവിനെ മുൻഗാമിയായി വാഴ്ത്തി പാരമ്പര്യം പ്രഖ്യാപിച്ചതിലും വലുതല്ലോ ഇത്.